ഹായ് എവരി വൺ. ഇനി നമുക്ക് 10ാം ക്ലാസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻ ദി ആറ്റിക് എന്ന് പറയുന്ന വ്ലാഡിസ്ലാവ് സ്പിൽമാൻ എന്ന് പറയുന്ന ഒരാൾ എഴുതിയിട്ടുള്ള ഒരു ഓർമ്മക്കുറിപ്പ് പഠിക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ദ പിയാനിസ്റ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും മുറിച്ചെടുത്തൊരു ചെറിയ ഭാഗമാണ് ഇൻ ദി ആറ്റിക് എന്ന് പറയുന്നിട്ട് നമുക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇൻ ദി ആറ്റിക് എന്നുള്ള ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആറ്റിക് എന്ന് പറഞ്ഞാൽ അട്ടം അല്ലെങ്കിൽ തട്ടിൻപുറം, മേച്ചിൽപ്പുറം എന്നൊക്കെയാണ് അർത്ഥം, മച്ചിൽപ്പുറം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇൻ ദി ആറ്റിക് എന്ന് പറഞ്ഞാൽ അട്ടത്തിൽ അല്ലെങ്കിൽ തട്ടിൻപുറത്തിൽ അല്ലെങ്കിൽ മച്ചിൽപ്പുറത്തിൽ എന്നൊക്കെയാണ് നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ് ടൈറ്റിൽ വരുന്നത്. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത് എഴുതാനുണ്ടായ സാഹചര്യവും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും ഒരു ചെറുതായിട്ടൊന്ന് നമുക്ക് ആമുഖം നോക്കാം. 2ാം ലോക മഹായുദ്ധം 1939 ഇത് സംഭവിച്ച 2ാം ലോക മഹായുദ്ധ സമയത്ത് ജർമ്മൻ പട്ടാളക്കാര് ജൂതന്മാരായ ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് പോളണ്ടിലെ ജൂതനായിട്ടുള്ള അദ്ദേഹം, അതായത് നമ്മുടെ ഈ കഥ എഴുതിയുള്ള വ്ലാഡിസ്ലാവ് സ്പിൽമാൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു ഗെട്ടോയിൽ, അതായത് ഒരു പാവങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലത്ത്, ഒരു ചേരിയിൽ അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ജീവൻ നിലനിർത്താൻ വേണ്ടി നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഈ ഓർമ്മക്കുറിപ്പിൽ പറയുന്നത്. ആദ്യം നമുക്ക് ഓതറായിട്ടുള്ള വ്ലാഡിസ്ലാവ് സ്പിൽമാനെ കുറിച്ച് നോക്കാം. എന്താണ് പറയുന്നത്? എബൌട്ട് ദി ഓതർ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലെ ഭാഗം നമുക്കൊന്ന് വായിച്ച് നോക്കാം. വാട്സോ സ്പിൽമാൻ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, പ്രൊനൗൺസ്ഡ് വാഡ്സോഫ് സ്പിൽമാൻ. അപ്പോൾ വ്ലാഡിസ്ലോ സ്പിൽമാൻ എന്നാണ് എഴുതുകയെങ്കിലും അത് ഉച്ചരിക്കുക എങ്ങനെയാണ്? വാട്സാഫ് സ്പിൽമാൻ എന്നാണ് ഉച്ചരിക്കുക. 1911 to 2000 1911 ജനിച്ച് 2000 മരണമടഞ്ഞ അദ്ദേഹം വാസ് എ പോളിഷ് പിയാനിസ്റ്റ്. അദ്ദേഹം ഒരു പോളണ്ടുകാരനായിട്ടുള്ള ഒരു പിയാനിസ്റ്റ് ആയിരുന്നു. ആൻഡ് ക്ലാസിക്കൽ കമ്പോസർ, ക്ലാസിക്കൽ മ്യൂസിക് ഒക്കെ കമ്പോസ് ചെയ്യുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ഹിസ് മെമ്മോയർ ദ പിയാനിസ്റ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1946. അദ്ദേഹത്തിൻ്റെ മെമ്മോയർ, ഓർമ്മക്കുറിപ്പായിട്ടുള്ള ദ പിയാനിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം വാസ് പബ്ലിഷ്ഡ്, അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻ 1946 1946 ദ ബുക്ക് വാസ് അഡാപ്റ്റഡ് ഇൻ ടു എ ഫിലിം ബൈ റോമൻ പൊളൻസ്കി ഇൻ 2002. 2002 അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ഒരു സിനിമയായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. സ്പിൽമാൻ കമ്പോസ്ഡ് ഓവർ 500 വർക്ക്സ് ഇൻക്ലൂഡിംഗ് പിയാനോ പീസസ്, സോങ്സ് ആൻഡ് ഫിലിം സ്കോർസ്. ഫിലിം സ്കോറുകൾ അടങ്ങുന്ന, പാട്ടുകൾ അടങ്ങുന്ന, പിയാനോ പീസുകൾ അടങ്ങുന്ന, അതായത് പിയാനോ സൗണ്ടുകൾ അടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ 500-ലധികം വർക്കുകൾ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക്, നമ്മുടെ കഥയിലേക്ക് കിടക്കാം. കഥ തുടങ്ങുന്നതിന് മുമ്പ് ഹെഡിങ്ങിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുള്ള കുറച്ച് ഭാഗം നമുക്കൊന്ന് പരിചയപ്പെടാം, നമുക്ക് വായിച്ച് നോക്കാം എന്താണ് പറയുന്നത്. അപ്പോൾ ഈ കഥ എഴുതാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചാണ് മുകളിൽ പറയുന്നത്. നമുക്ക് വായിച്ച് നോക്കാം. എവറി ഹ്യൂമൻ ബീങ് ഡിസേർവ്സ് ടു ബി ഫ്രീ ആൻഡ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി. എന്താണ് പറയുന്നത്? എവറി ഹ്യൂമൻ ബീങ്, എല്ലാ മനുഷ്യന്മാരും, ഡിസേർവ്സ് അർഹിക്കുന്നു, ടു ബി ഫ്രീ സ്വതന്ത്രരാവാൻ, ആൻഡ് ടു ലിവ് ജീവിക്കാൻ, വിത്ത് ഡിഗ്നിറ്റി അന്തസ്സോട് കൂടിയിട്ട്. പറയുന്ന ഇത്രയേ ഉള്ളൂ, എല്ലാ മനുഷ്യന്മാർക്കും അന്തസ്സോടു കൂടിയും സ്വാതന്ത്ര്യത്തോടു കൂടിയും ജീവിക്കാനുള്ള അർഹതയുണ്ട്, അവകാശമുണ്ട്. ദീസ് ആർ യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ്. ഇത് യൂണിവേഴ്സൽ ആയിട്ടുള്ള, ഈ ലോകത്തിൽ എല്ലാവർക്കുമുള്ള ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശമാണ്. പക്ഷേ ഇൻ ദി വേൾഡ് വി ലീവ് ഇൻ, നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് മില്യൺസ് ഓഫ് പീപ്പിൾ ആർ ഡെനീഡ് ദീസ് ബേസിക് റൈറ്റ്സ്. മില്യൺസ് ഓഫ് പീപ്പിൾ, ലക്ഷക്കണക്കിന് ആൾക്കാർ, ആർ ഡെനീഡ് നിഷേധിക്കപ്പെടുന്നു, ദീസ് ബേസിക് റൈറ്റ്, ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഈ അവകാശങ്ങൾ പല ലക്ഷക്കണക്കിനായിട്ടുള്ള ആൾക്കാർക്കും എന്ത് ചെയ്യുന്നുണ്ട്? നിഷേധിക്കപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. വ്ലാഡിസ്ലാവ് സ്പിൽമാൻ, എ പിയാനിസ്റ്റ് ആൻഡ് എ കമ്പോസർ, വാസ് എ പോളിഷ് ജ്യൂ. സ്പിൽമാൻ എന്ന് പറയുന്ന നമ്മുടെ ഈ കഥ എഴുതിയുള്ള ആളുണ്ടല്ലോ, അദ്ദേഹം എ പിയാനിസ്റ്റ്, അദ്ദേഹം ഒരു പിയാനിസ്റ്റ് ആയിരുന്നു. ആൻഡ് എ കമ്പോസർ, ഒരു കമ്പോസർ ആയിരുന്നു, മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന, മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു. അദ്ദേഹമായിരുന്നു എ പോളിഷ് ജ്യൂ. പോളിഷ് എന്ന് പറഞ്ഞാൽ പോളണ്ടുകാരനായ, ഒരു ജൂതനായിരുന്നു. ഹി വാസ് ഫോഴ്സ്ഡ്, അദ്ദേഹം നിർബന്ധിതനായി, ടു ലീവ് ഇൻ ദ ഗെറ്റോ, ലീവ് ജീവിക്കാൻ, എന്ത് ഗെട്ടോ, ഗെട്ടോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ജീവിക്കാൻ അദ്ദേഹം നിർബന്ധിതനായി. എ ഡിസ്മൽ പ്ലേസ് മെയിൻ ഫോർ ജ്യൂസ് അലോൺ, ജൂതന്മാർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അത്. അവിടെ അദ്ദേഹം ജീവിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ഡ്യൂറിങ്, ഏത് കാലയളവിലാണ് അദ്ദേഹത്തിന് അവിടെ ജീവിക്കേണ്ടി വന്നത്? ദ സെക്കൻഡ് വേൾഡ് വാർ, 2ാം ലോക മഹായുദ്ധ സമയത്താണ് അദ്ദേഹത്തിന് അവിടെ ജീവിക്കേണ്ടി വന്നത്. അപ്പോൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, 2ാം ലോക മഹായുദ്ധ സമയത്ത് ജൂതന്മാർ മാത്രം തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന് ജീവിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. Most of the Jews were then sent to concentration camps where they were tortured and then to gas chambers where they were killed in mass. എന്താണ് പറയുന്നത്?
മോസ്റ്റ് ഓഫ് ദി ജൂസ്, ജൂതന്മാരിൽ ഭൂരിഭാഗം ആൾക്കാരെ were then sent to, അയക്കപ്പെട്ടിരുന്നു, ടു കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്, കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക്, ജയിൽ പോലെയുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക്. അവിടെ വെച്ച് ദേ were tortured, അവരെയൊക്കെ ടോർച്ചർ ചെയ്തിരുന്നു. ആൻഡ് ദെൻ അതിനുശേഷം ടു ഗ്യാസ് ചേമ്പേഴ്സ്, ഗ്യാസ് ചേമ്പറിലേക്ക് അവരെ പറഞ്ഞയച്ചിരുന്നു. വേർ ദേ were killed in mass, അവിടെ വെച്ചിട്ട് ദേ were killed, അവരെ കൊല ചെയ്യപ്പെട്ടു ഇൻ മാസ്, കൂട്ടത്തോടെ. അപ്പോൾ ജൂതന്മാരായുള്ള ആൾക്കാരെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് പറഞ്ഞയക്കുകയും അവിടെ വെച്ചിട്ട് അവരെ ടോർച്ചർ ചെയ്യുകയും അതിനുശേഷം ഗ്യാസ് ചേമ്പറിലേക്ക് അവരെ പറഞ്ഞയച്ചിട്ട് അവിടുന്ന് കൂട്ടത്തോടെ കൊല ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. എന്താണ് ഗ്യാസ് ചേമ്പർ എന്ന് പറഞ്ഞാൽ? ഗ്യാസ് ചേമ്പർ എന്ന് പറഞ്ഞാൽ ഒരു അടച്ചിട്ട മുറിയാണ്, റൂമാണ്. അതിനുള്ളിൽ വിഷവാതകം ഉണ്ടാവും. അപ്പോൾ അത് വിഷവാതകം ശ്വസിച്ച് ശ്വാസം മുട്ടിയിട്ട് എന്ത് ചെയ്യും? ജനങ്ങൾ മരിക്കും. അങ്ങനെ കൂട്ടത്തോടെ ആൾക്കാരെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡാണ് ഗ്യാസ് ചേമ്പർ എന്ന് പറയുന്നത്. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് സ്പിൽമാൻസ് ഡെസ്പറേറ്റ് സ്ട്രഗിൾ ടു സ്റ്റേ അലൈവ് ഡ്യൂറിങ് ദ വാർ. ലെറ്റ്സ് റീഡ്, നമുക്ക് വായിച്ചു നോക്കാം. ദ സ്റ്റോറി ഓഫ് സ്പിൽമാൻസ്, സ്പിൽമാൻ്റെ കഥ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഡെസ്പറേറ്റ് സ്ട്രഗിൾ ടു സ്റ്റേ അലൈവ് ഡ്യൂറിങ് ദ വാർ, ആ യുദ്ധസമയത്ത് അദ്ദേഹം ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് നമുക്ക് വായിച്ചു നോക്കാം ഈ കഥയിൽ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഇൻ ദി ആറ്റിക് എന്നാണ് നമ്മുടെ കഥയുടെ ഹെഡിങ് വരുന്നത്. ഇൻ ദി ആറ്റിക് എന്നാണ് അട്ടത്തിൽ അല്ലെങ്കിൽ തട്ടിൻപുറത്തിൽ എന്നൊക്കെയാണ് പറയുന്നത്. ഐ സ്ലംബഡ് ഓൺ ദി ചെയർ ബൈ ദി ലാർഡർ ഡോർ. ഐ സ്ലംബഡ്, ഞാൻ ഇരുന്നു. നമ്മൾ പെട്ടെന്ന് ഒരാൾ വരുമ്പോൾ അറിയാതെ പിന്നിലേക്ക് ഇരിക്കൂലേ, അങ്ങനെ ഇരിക്കുന്നത് ഞാൻ സ്ലംബഡ് എന്ന് പറയും. ഓൺ ദി ചെയർ, കസേരയിൽ. ബൈ ദി ലാർഡർ ഡോർ, ലാർഡർ എന്ന് പറഞ്ഞാൽ സ്റ്റോർ റൂം, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ സ്റ്റോർ റൂം പോലെയുള്ള റൂം ഉണ്ടാവില്ല, സാധനങ്ങൾ സൂക്ഷിക്കുന്ന റൂം. അങ്ങനെയുള്ള റൂമിൻ്റെ വാതിലിൻ്റെ അടുത്ത് ഞാൻ കസേരയിൽ ഇങ്ങനെ ഇരുന്നു. ഇറ്റ് വാസ് സം ടൈം ബിഫോർ ഐ സ്റ്റാമേർഡ് വിത്ത് ഡിഫിക്കൽറ്റി. ഇറ്റ് വാസ്, അതായിരുന്നു. സം ടൈം ബിഫോർ, കുറച്ച് സമയം മുമ്പായിരുന്നു. ഐ സ്റ്റാമേർഡ്, ഞാൻ വിക്കി തപ്പിത്തടഞ്ഞ് സംസാരിക്കുന്നതിൻ്റെ കുറച്ച് സമയം മുമ്പ്. വിത്ത് ഡിഫിക്കൽറ്റി, ബുദ്ധിമുട്ടിക്കൊണ്ട്. എന്താണ് ഞാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് വിക്കി അല്ലെങ്കിൽ തപ്പിത്തടഞ്ഞ് സംസാരിച്ചത്? ഡു വാട്ട് യു ലൈക്ക് ടു മീ, ഐ എം നോട്ട് മൂവിങ് ഫ്രം ഹിയർ. ഡു, ചെയ്തോളൂ. വാട്ട് യു ലൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ. ടു മീ, എന്നെ. ഐ എം നോട്ട് മൂവിങ്, ഞാൻ അനങ്ങുന്നില്ല. ഫ്രം ഹിയർ, ഇവിടെ നിന്നും. അപ്പോൾ പേടിച്ചിട്ട് വിക്കിക്കൊണ്ട് അദ്ദേഹം ബുദ്ധിമുട്ടിക്കൊണ്ട് സംസാരിക്കുകയാണ് ആരോ ഒരാളോട്. എന്താണ് അദ്ദേഹം സംസാരിക്കുന്നത്? നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ട് ഓടിപ്പോകൂല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ വന്ന ആൾ പറയാണ്, നമുക്കറിയാം ആരെങ്കിലും ഒരാൾ വന്നിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ പേടിച്ചിട്ട് അങ്ങനെ സംസാരിക്കുന്നത്. വന്ന ആൾ പറയാണ്, ഐ ഹാവ് നോ ഇൻവെൻഷൻ ടു ഓഫ് ഡൂയിങ് എനിത്തിങ് ടു യു. ഐ ഹാവ് നോ ഇൻറ്റൻഷൻ, എനിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല. ഓഫ് ഡൂയിങ്, ചെയ്യാൻ. എനിത്തിങ് ടു യു, നിങ്ങളോട് എന്തെങ്കിലും ചെയ്യാനുള്ള യാതൊരു ഉദ്ദേശവും എനിക്കില്ല. ദ ഓഫീസർ സെറ്റ്, അവിടെ വന്നതൊരു ഓഫീസറായിരുന്നു. ഓഫീസർ എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരൻ. അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മുടെ സ്പിൽമാനോട് പറഞ്ഞു, വിളിച്ചിരിക്കുന്ന സ്പിൽമാനോട് പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യാനുള്ള ഒരു ഉദ്ദേശവും എനിക്കില്ല. ദെൻ, അപ്പോൾ ഹി ആസ്ക്ഡ് മീ, അദ്ദേഹം എന്നോട് ചോദിച്ചു, വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ്. വാട്ട് ഡു യു ഡു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഫോർ എ ലിവിങ്, ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജീവിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. അതായത് നിങ്ങളുടെ ജോലി എന്താണെന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. ഐ എം എ പിയാനിസ്റ്റ്, ഞാൻ മറുപടി പറഞ്ഞു, ഞാനൊരു പിയാനിസ്റ്റാണ്, പിയാനോ വായിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ലുക്ക്ഡ് അറ്റ് മീ, എന്നെ നോക്കി, മോർ ക്ലോസ്ലി, കൂടുതൽ സൂക്ഷിച്ചു നോക്കി, അടുത്ത് നോക്കി. ദെൻ പിന്നീട് ഹിസ് ഗ്ലാൻസ്, അദ്ദേഹത്തിൻ്റെ നോട്ടം, ഫെൽ ഓൺ ദി ഡോർ, വാതിലിൽ പതിച്ചു. ഏത് വാതിലാണ്? ടു ദി അതർ റൂം, മറ്റൊരു റൂമിലേക്കുള്ള വാതിലിൽ അദ്ദേഹത്തിൻ്റെ നോട്ടം പതിച്ചു. ആൻ ഐഡിയ, എന്തോ ഒരു ചിന്ത, സീമഡ്, കാണപ്പെട്ടു, ടു ഹാവ് സ്ട്രക്ക് ഹിം, അയാളെ ബാധിച്ചതായിട്ട്, അയാൾ എന്തോ ചിന്തിക്കുന്നതായിട്ട് കാണപ്പെട്ടു. കം വിത്ത് മീ, വിൽ യു, അദ്ദേഹം എന്നോട് പറഞ്ഞു, കം വിത്ത് മീ, എൻ്റെ കൂടെ വരൂ. വിൽ യു, വരാമോ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. ഞങ്ങൾ രണ്ടുപേരും പോയി ഇൻ ദി നെക്സ്റ്റ് റൂം, തൊട്ടടുത്ത റൂമിലേക്ക് ഞങ്ങൾ പോയി. അവിടെ എ പിയാനോ സ്റ്റുഡ്, ഒരു പിയാനോ നിൽക്കുന്നുണ്ടായിരുന്നു. ബൈ ദി വാൾ, ചുമരിനോടടുത്ത്. ദ ഓഫീസർ, ആ പട്ടാളക്കാരൻ, പോയിന്റഡ്, ചൂണ്ടിക്കാണിച്ചു, ടു ദി ഇൻസ്ട്രുമെന്റ്, ആ ഉപകരണത്തിലേക്ക്, ആ മ്യൂസിക് ഇൻസ്ട്രുമെന്റിലേക്ക് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. പ്ലേ സംതിങ്, എന്തെങ്കിലും വായിക്കൂ. അപ്പോൾ ആ മ്യൂസിക് ഇൻസ്ട്രുമെന്റിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഓഫീസർ നമ്മുടെ സ്പിൽമാനോട് പറയാണ്, താങ്കൾ പ്ലേ സംതിങ്, എന്തെങ്കിലും വായിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരുപക്ഷെ അദ്ദേഹത്തെ കണ്ടിട്ട് ഒരു പിയാനിസ്റ്റിന്റെ ഒരു രൂപമോ അല്ലെങ്കിൽ ഒരു ഭാവമോ ഇല്ലാത്തത് കൊണ്ടാവാം ആ പട്ടാളക്കാരൻ അദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കിയിട്ട് തൊട്ടപ്പുറത്തെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് പിയാനോ കാണിച്ചു കൊടുത്ത് ഒന്ന് വായിക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക. നമുക്ക് നോക്കാം എന്താണ് കാരണമെന്ന്. ഐ ലുക്ക്ഡ് എൻക്വയറിംഗ്ലി അറ്റ് ഹിം ആൻഡ് ഡിഡ് നോട്ട് മൂവ്. ഐ ലുക്ക്ഡ്, ഞാൻ നോക്കി, എൻക്വയറിംഗ്ലി, സംശയത്തോട് കൂടിയിട്ട് ഞാൻ നോക്കി, അറ്റ് ഹിം, അദ്ദേഹത്തെ,
ആൻഡ് ഡിഡ് നോട്ട് മൂവ്, ഞാൻ അനങ്ങിയില്ല. അപ്പോൾ എന്നോട് ഇതൊന്ന് എന്തെങ്കിലും വായിക്കൂ എന്ന് പറഞ്ഞെങ്കിലും ഞാൻ സംശയത്തോടെ അദ്ദേഹത്തെ നോക്കിയെന്നല്ലാതെ ഞാൻ അനങ്ങിയില്ല. അദ്ദേഹം ഒബ്വിയസ്ലി സെൻസ്ഡ് മൈ ഫിയേഴ്സ്. ഒബ്വിയസ്ലി തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. സെൻസ്ഡ് അദ്ദേഹം മനസ്സിലാക്കിയെടുത്തു മൈ ഫിയേഴ്സ് എൻ്റെ പേടി എന്താണെന്നുള്ളത്. സിൻസ് അതുകൊണ്ട് ഹി ആഡഡ് അദ്ദേഹം കൂട്ടിച്ചേർത്തു റീഅഷുറിംഗ്ലി എനിക്ക് ഉറപ്പ് നൽകുന്നതായിട്ട് അദ്ദേഹം വീണ്ടും കൂട്ടിച്ചേർത്തു. എന്നാണ് അദ്ദേഹം വീണ്ടും പറയുന്നത്? ഇറ്റ്സ് ഓൾ റൈറ്റ്, യു ക്യാൻ പ്ലേ. ഇഫ് എനിവൺ കംസ് യു ക്യാൻ ഹൈഡ് ഇൻ ദ ലൗഡർ ആൻഡ് ഐ വിൽ സേ ഇറ്റ് വാസ് മീ ട്രൈയിങ് ദ ഇൻസ്ട്രുമെന്റ് ഔട്ട്. അദ്ദേഹം പറയാണ് ഇറ്റ്സ് ഓൾ റൈറ്റ്, കുഴപ്പമില്ല, യു ക്യാൻ പ്ലേ, നിങ്ങൾ വായിച്ചോളൂ. ഇഫ് എനിവൺ കംസ് ആരെങ്കിലും വരികയാണെങ്കിൽ യു ക്യാൻ ഹൈഡ് നിങ്ങൾക്ക് ഒളിച്ചിരിക്കാം ഇൻ ദി ലാഡർ, നിങ്ങൾ ഇതുവരെ ഒളിച്ചിരുന്ന ആ ചെറിയ റൂം ഉണ്ടല്ലോ അവിടെ തന്നെ നിങ്ങൾക്ക് ഒളിച്ചിരിക്കാം. ആൻഡ് ഐ വിൽ സേ ഞാൻ പറയും ഇറ്റ് വാസ് മീ ഞാനായിരുന്നുവെന്ന് ട്രൈയിങ് ദ ഇൻസ്ട്രുമെന്റ് ഔട്ട്. ഈ ഒരു വാദ്യോപകരണം, ഈ ഇൻസ്ട്രുമെന്റ് ഉണ്ടല്ലോ അത് വായിക്കാൻ ശ്രമിച്ചത് ഞാനാണ് എന്ന് ഞാൻ അവരോട് പറയും. നിങ്ങൾക്ക് നിങ്ങൾ ഒളിച്ചിരിക്കുന്ന അതേ സ്ഥലത്ത് പോയിട്ട് ഒളിച്ചിരിക്കാൻ പ്രശ്നമൊന്നും ഇല്ല എന്ന് അദ്ദേഹം പറയണം. അപ്പോൾ നമ്മളെ സ്പിൽമാൻ അനങ്ങാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ പട്ടാളക്കാരന് മനസ്സിലായി അദ്ദേഹത്തിന് പേടിയാണ്. കാരണം എന്താ, ഈ പിയാനോ വായിക്കുമ്പോൾ സൗണ്ട് പുറത്ത് കേൾക്കും. അപ്പോൾ പുറത്തുള്ള പട്ടാളക്കാർ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൊല്ലാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം ഒരു ജൂതനാണ്. ജർമ്മൻ പട്ടാളം ജൂതന്മാരായ ആൾക്കാരെ കൊന്നൊടുക്കുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹം പേടിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് വീണ്ടും അദ്ദേഹത്തിന് ഒരു ഉറപ്പ് കൊടുക്കുന്നത് ഈ വന്ന പട്ടാളക്കാരൻ. അപ്പോൾ ഉറപ്പ് കൊടുത്തപ്പോൾ നമ്മുടെ സ്പിൽമാൻ എന്ത് ചെയ്യാണ്, അത് വായിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമുക്ക് നോക്കാം. വെൻ ഐ പ്ലേസ്ഡ് മൈ ഫിംഗേഴ്സ് ഓൺ ദി കീബോർഡ് ദേ ഷുക്ക്. വെൻ അപ്പോൾ, എപ്പോഴാണ്, ഐ പ്ലേസ്ഡ് ഞാൻ വെച്ചപ്പോൾ, മൈ ഫിംഗേഴ്സ് എൻ്റെ വിരലുകൾ, ഓൺ ദി കീബോർഡ് ആ പിയാനോയുടെ കീബോർഡ് ഉണ്ടാവുമല്ലോ അതിൽ ഞാൻ എൻ്റെ വിരലുകൾ വെച്ചപ്പോൾ, ദേ ഷുക്ക് ആ വിരലുകൾ വിറച്ചു. ഐ ഹാഡ് ഇൻ പ്രാക്ടീസ്ഡ് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ലായിരുന്നു. ഫോർ 2.5 years 2.5 വർഷമായിട്ട്. അപ്പോൾ 2.5 വർഷമായിട്ട് ഈ പിയാനോ വായിച്ചിട്ടേ ഇല്ല നമ്മുടെ സ്പിൽമാൻ. മൈ ഫിംഗേഴ്സ് അദ്ദേഹം പറയാണ് എൻ്റെ വിരലുകൾ വേർ സ്റ്റിഫ് ബലമുള്ളതായിരുന്നു. ആൻഡ് കവേർഡ് അത് മൂടിയിരുന്നു അല്ലെങ്കിൽ അതിൽ പറ്റിയിരുന്നു വിത്ത് എ തിക്ക് ലെയർ ഓഫ് ഡേർട്ട് കട്ടിയുള്ള ചളി. തിക്ക് ലെയർ എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയില്ലേ, ഡേർട്ട് എന്ന് പറഞ്ഞാൽ ചളി, ആകെ മണ്ണൊക്കെ പറ്റിയിട്ട്. കാരണം യുദ്ധം നടക്കുകയാണ്, അദ്ദേഹത്തിന് പുറത്തൊന്നും പോകാൻ സാധിക്കൂല. അപ്പോൾ അദ്ദേഹത്തിനെ ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ വൃത്തിയാക്കാനോ പറ്റാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിരലുകളിൽ ആകെ ചളി പറ്റിയിരുന്നു. ആൻഡ് അത് മാത്രമല്ല, പിന്നെ എന്താ കാരണം, ഐ ഹാഡ് നോട്ട് കട്ട് ഞാൻ മുറിച്ചിട്ടുണ്ടായിരുന്നില്ല മൈ നെയിൽസ് എൻ്റെ നഖങ്ങളൊന്നും ഫോർ സം വീക്സ് കുറച്ച് ആഴ്ചകളായിട്ട്. അപ്പോൾ കുറച്ച് ആഴ്ചകളായിട്ട് ഞാൻ എൻ്റെ നഖമൊന്നും മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ കീബോർഡിൽ കൈകൾ വെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വിരലുകൾ എന്ത് ചെയ്തു, വിറച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം പിയാനോ വായിക്കണമെങ്കിൽ എന്ത് വേണം, നല്ല കൈവഴക്കം വേണം അല്ലേ. അപ്പോൾ അദ്ദേഹം 2.5 വർഷമായി പ്രാക്ടീസ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. പിന്നെ അദ്ദേഹത്തിൻ്റെ വിരലുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ബലം വെച്ചിട്ടുണ്ട്. വളരെ സ്മൂത്തായിട്ട് അത് മൂവ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കണമെന്നില്ല. പിന്നെ അതിലൊക്കെ ആകെ ചളി പറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല അദ്ദേഹത്തിന് നഖം വെട്ടാത്തത് കൊണ്ട് തന്നെ അതിൽ ടച്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈകൾ വിരലുകൾ എന്ത് ചെയ്തു, അത് വിറച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം പറയാണ് ഐ പ്ലേഡ് ഞാൻ വായിച്ചു ചോപ്പിൻസ് നെക്ടേൺ ഇൻ സി ഷാർപ്പ് മൈനർ. ചോപ്പിൻസ് നെക്ടേൺ എന്ന് പറയുന്ന ഒരു സൗണ്ട്, ഒരു മ്യൂസിക് ഇൻ സി ഷാർപ്പ് മൈനർ, സി ഷാർപ്പ് മൈനറിൽ ഞാൻ വായിച്ചു എന്ന് പറഞ്ഞാൽ പിയാനോ വായിക്കുന്ന ഒരു രീതിയാണ് സി ഷാർപ്പ് മൈനർ എന്ന് പറഞ്ഞാൽ. ആ രീതിയിൽ ഞാനെന്ത് ചെയ്തു, അതൊന്ന് വായിച്ചു. വെൻ അപ്പോൾ ഐ ഫിനിഷ്ഡ് ഞാൻ പൂർത്തിയാക്കിയപ്പോൾ, ഞാൻ അത് അവസാനിപ്പിച്ചപ്പോൾ, ദ സൈലൻസ് അവിടെയുള്ള നിശബ്ദത, സീംഡ് കാണപ്പെട്ടു, ഗ്ലൂമി ആൻഡ് ഏരി. ഗ്ലൂമി എന്ന് പറഞ്ഞാൽ ഒരു മൂകമായ അവസ്ഥ, ആൻഡ് ഏരി എന്ന് പറഞ്ഞാൽ ഭയാനകരമായുള്ളൊരവസ്ഥ. അപ്പം ഞാൻ ഈ മ്യൂസിക് പ്ലേ ചെയ്ത് അത് അവസാനിച്ചപ്പോൾ ഒരു നിശബ്ദതയായിരുന്നു. ആ നിശബ്ദതയിൽ അവിടെ ആകെ മൂകമായ ഒരു പേടിപ്പെടുത്തുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഐ ഹേർഡ് ഞാൻ കേട്ടു, എ ഷോട്ട് ഡൗൺ ബിലോ ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. എ ഷോട്ട് ഒരു വെടിവെച്ച് ഞാൻ കേട്ടു, ഡൗൺ ബിലോ താഴെ നിന്നും, ഔട്ട്സൈഡ് ദ ബിൽഡിംഗ് ആ ബിൽഡിങ്ങിന് പുറത്ത് നിന്ന്. എന്ത് ശബ്ദമാണ്, എന്ത് വെടിവെച്ചാണ്? എ ഹാർഷ് ഒരു പരുക്കനായിട്ടുള്ള, ലൗഡ് ഉച്ചത്തിലുള്ള ജർമ്മൻ നോയ്സ് ജർമ്മൻ പട്ടാളത്തിൻ്റെ വെടിവെച്ച ഞാൻ കേട്ടു. ദ ഓഫീസർ ആ പട്ടാളക്കാരനുണ്ടല്ലോ, ലുക്ക്ഡ് അറ്റ് മീ അദ്ദേഹം എന്നെ നോക്കി, ഇൻ സൈലൻസ് നിശബ്ദമായിട്ട്. ആഫ്റ്റർ എ വൈൽ അല്പസമയത്തിന് ശേഷം ഹി സൈഡ് അദ്ദേഹം ഒരു നെടുവീർപ്പിട്ടു. ആൻഡ് മിറ്റേഡ് അദ്ദേഹം ചെറിയ സ്വരത്തിൽ സംസാരിക്കുകയാണ്. ഓൾ ദി സെയിം യു ഷുഡൻ സ്റ്റേ ഹിയർ, ഐ വിൽ ടേക്ക് യു ഔട്ട് ഓഫ് ദ സിറ്റി ടു എ വില്ലേജ്, യു വിൽ ബി സേഫ് വിത്ത് ദർ. അദ്ദേഹം പറയുന്നത് എന്താ, അങ്ങനെയാണെങ്കിൽ യു ഷുഡൻ സ്റ്റേ ഹിയർ നിങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല. ഐ വിൽ ടേക്ക് യു ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം ഔട്ട് ഓഫ് ദ സിറ്റി ഈ പട്ടണത്തിന് പുറത്തേക്ക്, ഈ നഗരത്തിൻ്റെ പുറത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം, ടു എ വില്ലേജ് ഒരു ഗ്രാമത്തിലേക്ക്. യു വിൽ ബി നിങ്ങളായിരിക്കും സേഫർ സുരക്ഷിതനായിരിക്കും അവിടെ.
അപ്പോൾ ഇയാളെ കണ്ടിട്ട് ആ പട്ടാളക്കാരൻ പറയാണ്, ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ ഞാനെന്ത് ചെയ്യാം, തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാം, അവിടെ നിങ്ങൾ സേഫ് ആയിരിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ ഐ ഷുക്ക് മൈ ഹെഡ്, ഞാൻ എൻ്റെ തലയാട്ടി. നോ എന്നുള്ള മീനിങ്ങിൽ തലയാട്ടുന്നതാണ് ഇവിടെ പറയുന്നത്. ഐ കനോട്ട് ലീവ് ദിസ് പ്ലേസ്, ഐ സെറ്റ് ഫേംലി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഐ കനോട്ട് ലീവ്, എനിക്ക് കനോട്ട് കഴിയില്ല, ലീവ് വിട്ടുപോകാൻ കഴിയില്ല, ദിസ് പ്ലേസ് ഈ സ്ഥലം വിട്ട് എനിക്ക് വിട്ടുപോകാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയാം. ഐ സെറ്റ് ഞാനത് പറഞ്ഞു, ഫേംലി ഉറപ്പിച്ചു പറഞ്ഞു. ഓൺലി നൗ അപ്പോഴാണ് ഡിഡ് ഹി സീം അദ്ദേഹം കാണപ്പെട്ടത്, ടു അണ്ടർസ്റ്റാൻഡ് മനസ്സിലായതായിട്ട്, മൈ റിയൽ റീസൺ എൻ്റെ യഥാർത്ഥ കാരണം, ഫോർ ഹൈഡിങ് ഒളിച്ചിരിക്കാനുള്ള, അമംഗ് ദി റെയിൻസ് ഈ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ ഞാൻ ഒളിച്ചിരിക്കാനുള്ള യഥാർത്ഥ കാരണം അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായതായി കാണപ്പെട്ടത്. അപ്പൊ ഇത്രയും നേരം ഈ പട്ടാളക്കാരൻ എന്താ വിചാരിക്കുന്നത്, യുദ്ധം കണ്ട് പേടിച്ചിട്ട് ഇവിടെ ഒളിച്ചിരിക്കുന്ന ഏതോ ഒരാളാണെന്ന് മാത്രമായിരുന്നു ആ പട്ടാളക്കാരൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അദ്ദേഹം പറയാണ് എനിക്ക് ഈ സ്ഥലം വിട്ടു പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ശരിക്കും എന്ത് കാരണം കൊണ്ടാണ് ഇയാൾ ഇവിടെ ഒളിച്ചിരിക്കുന്നതെന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ആ കാര്യം അദ്ദേഹത്തിന് മനസ്സിലായത്. അപ്പൊ ആ പോലീസുകാരൻ ആ പട്ടാളക്കാരൻ ചോദിക്കുകയാണ്, യു ആർ ജൂയിഷ്, ഹി ആസ്കഡ്, യു ആർ ജൂയിഷ്, നിങ്ങളൊരു ജൂതനാണ്, ഹി ആസ്കഡ് അദ്ദേഹം ചോദിച്ചു. യെസ്, അതെ എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അതെ, ഞാനൊരു ജൂതനാണ്. അപ്പൊ പട്ടാളക്കാരൻ പറയാ, യെസ് വെൽ ഹി മോമോഡ്, ഇൻ ദാറ്റ് കേസ് ഐ സീ യു റിയലി കാൺ ലീവ്, വേർ ആർ യു ഹൈഡിങ്. അപ്പൊ പട്ടാളക്കാരൻ ചോദിക്കുക, യെസ് വെൽ, ഓ ശരി അങ്ങനെയാണെങ്കിൽ, ഹി മോമോഡ് അദ്ദേഹം ചെറിയ ശബ്ദത്തിൽ ഇങ്ങനെ പറയാണ്, ഇൻ ദാറ്റ് കേസ് കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ, ഐ സീ ഞാൻ കാണുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത്, യു നിങ്ങൾക്ക്, റിയലി കനോട്ട് ലീവ് നിങ്ങൾക്ക് ഇവിടുന്ന് വിട്ടുപോകാൻ കഴിയില്ല എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുക, വേർ ആർ യു ഹൈഡിങ്, നിങ്ങൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്, വേർ ആർ യു നിങ്ങൾ എവിടെയാണ് ഹൈഡിങ് ഒളിച്ചിരിക്കുന്നത് എന്ന് ആ പട്ടാളക്കാരൻ ചോദിച്ചു. അപ്പോൾ സ്പിൽമാൻ മറുപടി പറയാണ്, ഇൻ ദി ആറ്റിക്, ഞാൻ ഒളിച്ചിരിക്കുന്നത് ആറ്റിക് അറ്റത്താണ് അല്ലെങ്കിൽ തട്ടിൻപുറത്താണ് ഞാൻ ഒളിച്ചിരിക്കുന്നത്. ഹി ഇൻസ്പെക്റ്റഡ് അദ്ദേഹം പരിശോധിച്ചു, ദ ആറ്റിക് ആ അട്ടം മുഴുവൻ അദ്ദേഹം പരിശോധിച്ചു. ആൻഡ് ഡിസ്കവേർഡ് അദ്ദേഹം കണ്ടെത്തി, സംതിങ് ചില കാര്യം, ഐ ഹാഡ് നോട്ട് യെറ്റ് നോട്ടീസ്ഡ് ഞാൻ ഇത്രയും ദിവസം അവിടെ ഒളിച്ചിരുന്നിട്ടും ഞാൻ കണ്ടെത്താത്ത, ഞാൻ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ അദ്ദേഹം അവിടെ കണ്ടെത്തി. എന്താണ്, എ ലോഫ്റ്റ് ഒരു അറ, മെയ്ഡ് ഓഫ് ബോർഡ്സ് ബോർഡുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു അറയായിരുന്നു അത്. ഡയറക്ട്ലി അബവ് നേരെ മുകളിൽ, എബവ് ദ എൻട്രൻസ് കവാടത്തിന്റെ, ടു ദി ആറ്റിക് ആ അട്ടത്തേക്ക് വരുന്ന കവാടം ഉണ്ടല്ലോ, വഴിയുണ്ടല്ലോ, ആ വഴിയുടെ ആ വാതിലിന്റെ നേരെ മുകളിലായിട്ട് ബോർഡുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു അറയുണ്ടായിരുന്നു. ഇത്രയും ദിവസം അവിടെ ഒളിച്ചിരുന്നിട്ടും ഞാൻ അത് കണ്ടെത്തിയിട്ടില്ല. പക്ഷെ അദ്ദേഹം പരിശോധിച്ചപ്പോൾ ആ അറ കണ്ടെത്തി. ദ ഓഫീസർ സെഡ് ഹി തോട്ട് ഐ ഷുഡ് ഹൈഡ് ഇൻ ദിസ് ലോഫ്റ്റ്. ദ ഓഫീസർ സെഡ് ആ ഓഫീസർ പറഞ്ഞു, ഹി തോട്ട് അയാൾ ആലോചിക്കുന്നു, അയാൾ വിചാരിക്കുന്നുവെന്ന്. എന്താണ് അദ്ദേഹം ആലോചിക്കുന്നത്, ഐ ഷുഡ് ഹൈഡ് ഞാൻ ഒളിച്ചിരിക്കണമെന്ന്, ഇൻ ദിസ് ലോഫ്റ്റ് ഈ അറയിൽ. അപ്പോൾ ഒളിച്ചിരിക്കാൻ ഏറ്റവും നല്ലത് ഈ അറയാണെന്ന് അയാൾ ആലോചിക്കുന്നു, അയാൾ വിചാരിക്കുന്നു, അയാൾ ചിന്തിക്കുന്നു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഹി ആസ്ക്ഡ് അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇഫ് ഐ ഹാഡ് എനിത്തിങ് എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന്, ടു ഈറ്റ് കഴിക്കാൻ. നോ ഐ സെഡ് ഞാൻ മറുപടി പറഞ്ഞു, നോ ഇല്ല എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞു. വെൽ നെവർ മൈൻഡ് ഹി ആഡഡ് ഹാസ്ലി. അപ്പോൾ അദ്ദേഹം പറയാണ്, വെൽ ശരി അങ്ങനെയാണെങ്കിൽ നെവർ മൈൻഡ് പ്രശ്നമാക്കണ്ട, കാര്യമാക്കണ്ട. ഹി ആഡഡ് അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഹാസ്ലി അല്പം ധൃതിയോടെ വേഗത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്, ഐ വിൽ ബ്രിങ് യു ഞാൻ കൊണ്ടുതരാം, സം ഫുഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഭക്ഷണം ഞാൻ കൊണ്ടുതരാമെന്ന പട്ടാളക്കാരൻ പറഞ്ഞു. ഈ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ഒരു നല്ല പട്ടാളക്കാരനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പുറത്ത് രണ്ടാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജർമ്മൻ പട്ടാളക്കാർ ജൂതന്മാരെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്ന സമയമാണ്. അങ്ങനെയുള്ള ഒരു സമയത്താണ് ഒരു പട്ടാളക്കാരൻ ഇദ്ദേഹത്തോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഇയാളൊരു ജൂതനായിട്ട് പോലും ഇദ്ദേഹത്തോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അപ്പോ ഞാൻ നിങ്ങൾക്ക് ഫുഡ് കൊണ്ടുതരാമെന്ന പട്ടാളക്കാരൻ പറഞ്ഞപ്പോൾ ഇനി പറയുന്നത് ശ്രദ്ധിക്കുക. ഓൺലി നൗ അപ്പോൾ മാത്രമാണ്, ഡിഡ് ഐ വെഞ്ചർ ഞാൻ തുനിഞ്ഞത്. വെഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തുനിയുക. എ ക്വസ്റ്റ്യൻ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി തുനിഞ്ഞത്. ഓഫ് മൈ ഓൺ എൻ്റെ സ്വന്തമായിട്ട്. അപ്പോൾ ഇത്രയും നേരം അവർ സംസാരിച്ചെങ്കിലും സ്പിൽമാൻ ആ പട്ടാളക്കാരനോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചിട്ടില്ല. അയാൾ ചോദിക്കുന്നതിന് മറുപടി പറയുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ സംസാരിച്ചപ്പോൾ ഭക്ഷണം വരെ കൊണ്ടുതരാമെന്ന് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് സ്പിൽമാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി തുനിഞ്ഞു. എന്താണ് ചോദ്യം, ആർ യു ജർമ്മൻ നിങ്ങളൊരു ജർമ്മനാണോ, നിങ്ങളൊരു ജർമ്മൻ പട്ടാളത്തിൽപ്പെട്ട ഒരാളാണോ എന്ന് നമ്മുടെ സ്പിൽമാൻ ആ ഓഫീസറോട് ചോദിച്ചു. ഈ ചോദ്യം കേട്ടപ്പോൾ
അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ എന്താ? ഹി ഓൾമോസ്റ്റ് ഷൗട്ടഡ്. അദ്ദേഹം ഷൗട്ട് ചെയ്തു. ദേഷ്യത്തോടു കൂടി ഉച്ചത്തിൽ സംസാരിക്കുന്നതിന് നമ്മൾ ഷൗട്ട് എന്ന് പറയാം അല്ലേ? അപ്പോൾ അദ്ദേഹം ഷൗട്ട് ചെയ്തു. ഹിസ് ആൻസർ, അദ്ദേഹത്തിൻ്റെ മറുപടി. ഇൻ അജിറ്റേഷൻ, അസ്വസ്ഥനായിക്കൊണ്ട്, പരിഭ്രമിച്ചുകൊണ്ട്, പരിഭ്രാന്തിയോട് കൂടിയിട്ട് ആ ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെടാത്ത പോലെ അദ്ദേഹം എന്ത് ചെയ്യാണ്? ഷൗട്ട് ചെയ്യാണ്. ആസ് ഇഫ്, ഏതുപോലെയാണെന്നറിയോ? ആസ് ഇഫ് ഏതുപോലെയാണ്? മൈ ക്വസ്റ്റ്യൻ, എൻ്റെ ചോദ്യം, ഹാഡ് ബീൻ ആൻ ഇൻസൾട്ട്, അദ്ദേഹത്തിനൊരു ഇൻസൾട്ട് ആയ പോലെയായിരുന്നു. അപ്പം ഞാൻ നിങ്ങളൊരു ജർമ്മനാണെന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യം അദ്ദേഹത്തിനൊരു നാണക്കേട് അല്ലെങ്കിൽ ഒരു പരിഹാസം അല്ലെങ്കിൽ ഒരു അപമാനമായ പോലെയായിരുന്നു കാണപ്പെട്ടത്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം തിരിച്ചു മറുപടി പറഞ്ഞത് ഷൗട്ട് ചെയ്തിട്ടാണ്. എന്താണ് അദ്ദേഹം മറുപടി പറഞ്ഞത്? യെസ് ഐ ആം, അതെ ഞാനാണ്, ഞാനൊരു ജർമ്മനാണ്. ആൻഡ് അത് മാത്രമല്ല, പിന്നെയോ അഷെയിംഡ്, എനിക്ക് നാണക്കേടാണ്, ഞാൻ അപമാനിതനാണ് ഓഫ് ഇറ്റ്, അങ്ങനെ ഒരു ജർമ്മൻ ആയതിൽ, ഞാനൊരു ജർമ്മൻകാരനായതിൽ ഞാൻ നാണം കെട്ട് നിൽക്കുകയാണ് എന്ന് അദ്ദേഹം പറയാം. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് നാണക്കേട്? ആഫ്റ്റർ, ശേഷം, എവ്രിതിങ് ദാറ്റ്സ് ബീൻ ഹാപ്പനിങ്, ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം കണ്ടിട്ടും അതിന് ശേഷവും ഞാനൊരു ജർമ്മൻകാരനാണെന്ന് പറയുന്നതിൽ എനിക്ക് നാണക്കേടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അബ്രപ്റ്റ്ലി, വളരെ ധൃതിയോട് കൂടിയിട്ട്, ഹി ഷുക്ക് ഹാൻഡ്സ് വിത്ത് മീ, അദ്ദേഹം എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തന്നിട്ട് ലെഫ്റ്റ്, അവിടെ നിന്ന് പോയി. അപ്പൊ എന്താ കഥയിൽ സംഭവിക്കുന്നത്? രണ്ടാം ലോക മഹായുദ്ധം നടക്കുകയാണ്. ജൂതന്മാരായ ആൾക്കാരെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് പറഞ്ഞയക്കുകയും അവിടെ നിന്ന് ടോർച്ചർ ചെയ്യുകയും അവരെ ഗ്യാസ് ചേമ്പറിൽ ഇട്ട് കൂട്ടത്തോടെ കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരു സമയം. ആ സമയം ആ ചെയ്യുന്നതൊക്കെ ആരാണ്? ജർമ്മൻ പട്ടാളമാണ്. ആ പട്ടാളക്കാരനാണ് ഇദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് വന്നുള്ളത്. അതിൽപ്പെട്ട ഒരു പട്ടാളക്കാരാണ് ഇദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് വന്നുള്ളത്. ഇദ്ദേഹം ഒരു ജൂതനുമാണ്. സാധാരണഗതിയിൽ ജൂതന്മാരെ കൊല്ലുന്ന പട്ടാളമാണ്. പക്ഷെ ഇദ്ദേഹം എന്താ ചെയ്യുന്നത്? അതിൽ നിന്ന് വിപരീതമായിട്ട് ഇയാളെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ഇയാളെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു പട്ടാളക്കാരനായിരുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് അവസാനത്തിൽ, അദ്ദേഹം ഒരു ജർമ്മൻ ആയതിൽ അദ്ദേഹത്തിന് എന്തുണ്ട്? നാണക്കേടുണ്ട്. കാരണം നിരപരാധികളായ നിഷ്കളങ്കരായ ഒരുപാട് പാവപ്പെട്ട സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കിയതിന് ശേഷം ഞാനൊരു ജർമ്മൻ ആണെന്ന് പറയുന്നതിൽ എനിക്ക് നാണക്കേടുണ്ട് എന്ന് അദ്ദേഹം പറയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് അവിടുന്ന് പോകുന്നു. പിന്നെ അദ്ദേഹം തിരിച്ചു വരുന്നുണ്ട്. 3 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ള കാര്യങ്ങൾ നമുക്ക് രണ്ടാമത്തെ പാർട്ടിൽ, അടുത്ത പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.